എല്ലാവർക്കും ചാനലിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പല കാര്യങ്ങളെ നല്ല ഇഷ്ടമായിരിക്കും. ചില കാര്യങ്ങളെ അധികം ഇഷ്ടമല്ലാതെ അതായത് നമ്മൾ തീർത്തും ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ കാണുമായിരിക്കും. അപ്പം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? നമ്മുടെ ഈ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും എന്തെങ്കിലും ബേസ് ഉണ്ടോ? അപ്പം അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം കുറച്ച് ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്ക് ഒരു ഫിലിം സ്റ്റാറിനെ നല്ല ഇഷ്ടമായിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തി അത്ര ഇഷ്ടം? അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ചില ഭക്ഷണം നല്ല ഇഷ്ടമായിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ഫുഡ് നല്ല ഇഷ്ടം? അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു പർട്ടിക്കുലർ സോങ്ങിനോട് നല്ല ഇഷ്ടമായിരിക്കും. അപ്പം ഇങ്ങനെ പല കാര്യങ്ങൾക്ക് നമുക്ക് ഇഷ്ടവും അനിഷ്ടവും ഒക്കെ നമുക്ക് കാണാം. അപ്പം ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ബേസ് ഉണ്ടോ? അത് നമ്മൾ എന്തായാലും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് ആദ്യത്തെ കാര്യം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമല്ലോ എന്തായാലും ഒരു ഫിലിം സ്റ്റാറിനെ നല്ല ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പം ആ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ അത്ര ഇഷ്ടമാവാൻ കാരണം? അപ്പം നിങ്ങളുടെ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്ന ഒരു ഉത്തരമായിരിക്കും ആ വ്യക്തിയുടെ അഭിനയം അത് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. എന്താണ് ആ വ്യക്തിയുടെ അഭിനയത്തെ ബാക്കി സിനിമാ താരങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്? എന്തുകൊണ്ട് ആ വ്യക്തിയുടെ അഭിനയത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ? അപ്പം ഇങ്ങനെ പല ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. രണ്ടാമത്തെ ഉദാഹരണം എടുത്താൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടെന്ന് വിചാരിക്കുക. ആ വിദ്യാർത്ഥിയോട് നിങ്ങൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് മോനെ അല്ലെങ്കിൽ മോളെ നിനക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് താല്പര്യം എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയാൻ സാധ്യതയുള്ള ഇൻ മോസ്റ്റ് കേസസിൽ ആ കുട്ടി പറയാൻ സാധ്യതയുള്ള ഉത്തരമാണ് എനിക്കിഷ്ടമാണ്. അപ്പോൾ തന്നെ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അത് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് അതിനൊരു ഉത്തരം ഉണ്ടാവണമെന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഇന്ന ഒരു കാര്യം ഇത്രയ്ക്ക് ഇഷ്ടം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അതിൽ എന്തെങ്കിലും കാരണമുണ്ട്. കാരണം നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ഭക്ഷണത്തിൻ്റെയൊക്കെ കാര്യമൊക്കെ തികച്ചും കാരണമില്ലാതെ നമ്മൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും തന്നെയാണ്. പല ഇഷ്ടങ്ങളുടെയും അനിഷ്ടങ്ങളുടെയും ചോദ്യങ്ങളിലേക്ക് പോയാൽ നമ്മൾ പലപ്പോഴും ഉത്തരം മുട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ 3 നിലകളില്ലാത്ത ഒരു ബിൽഡിങ്ങിന്റെ 4ാം നില പോലെയാണ് ഇതെല്ലാം. അതിനൊന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബേസ് ഇല്ല. നമ്മൾ പല കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതൊക്കെ ജസ്റ്റ് നമ്മുടെ അപ്പോഴത്തെ അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ചില തോന്നലുകളുടെ പിൻബലത്തോടെയാണ് നമ്മളിങ്ങനെ പലതിനെക്കുറിച്ചും വിധി എഴുതുന്നത്. ഇങ്ങനെ ഇറാഷണൽ ആയിട്ടുള്ള ലൈക്സും ഡിസ്ലൈക്സും ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാ മനുഷ്യരുടെയും ഭാഗം തന്നെയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ ഒരു മൃഗം തന്നെയാണല്ലോ. നമ്മുടെ പല കാര്യങ്ങളും ആ പ്രിമിറ്റീവ് മൈൻഡ് സെറ്റിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സ്വഭാവമുണ്ട് എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഹ്യൂമൻ സൈക്കോളജിയുടെ ഈ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ഒരു ബിലീഫ് വേണം. നമുക്ക് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ആ ഒരു ഭക്ഷണം എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അത് ഇഷ്ടപ്പെടാൻ കഴിയും എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. എന്നാൽ മാത്രമേ ഇതെല്ലാം സാധിക്കത്തുള്ളൂ. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഏതൊരു ഇൻട്രസ്റ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാം. ഞാൻ ഇപ്പം 3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്താണ് എക്സ്പോഷർ. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ കണ്ടന്റ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഫുഡ് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ ഫുഡ് ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പം നിങ്ങൾ എന്തോ ചെയ്യണം? അതിനെക്കുറിച്ചുള്ള മെഡിക്കൽ ജേർണലുകളെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അല്ലെങ്കിൽ മെഡിക്കൽ ബ്ലോഗ് അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി. ആ ഒരു ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ഗുണങ്ങൾ എന്താണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് പകുതി ഒന്ന് അനുവദിച്ചു കഴിയും. ആ സാധനം നല്ലതാണ്. അപ്പം അതിനുശേഷം നിങ്ങൾ ആ ഭക്ഷണം തിരിച്ച് കാണുവാണെങ്കിൽ എനിക്ക് ഈ ഭക്ഷണം അങ്ങ് ഇഷ്ടമാണ് എന്ന് സ്വയം ഒന്ന് ഫേക്ക് ചെയ്താലും മതി. അത് അപ്പം തന്നെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണമെന്നില്ല. ജസ്റ്റ് തന്നോട് തന്നെ ഒന്ന് പറയുക, എനിക്കിത് ഇഷ്ടമാണ്, എന്നിട്ട് അത് കഴിക്കുക. ഈ ഒരു പ്രോസസ്സ് 2-3 തവണ ചെയ്ത് കഴിയുമ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി വരും. കാരണം ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും പ്രത്യേകിച്ച് ബേസ് ഒന്നുമില്ല. ജസ്റ്റ് അപ്പം തോന്നുന്നത് അല്ലെങ്കിൽ അതുവരെയുള്ള അനുഭവങ്ങളുടെയൊക്കെ ഒരു ബലത്തിലാണ് നമ്മൾ അങ്ങ് വിചാരിക്കുക, എനിക്കിത് ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമല്ല. അപ്പം ഈ ഒരു സ്വഭാവത്തെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫേക്ക് ചെയ്താൽ മതി. ഒരു ഇൻട്രസ്റ്റ് ഫേക്ക് ചെയ്ത് അവസാനം അത് മേക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ രണ്ടാമത്തെ കാര്യം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവയർനെസ് തന്നെ. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പം എക്സസൈസ് ചെയ്യാൻ നല്ല മടി തോന്നുന്നു. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്ത് നോക്കുക എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. അങ്ങനെ കുറേ അറിയാൻ ശ്രമിച്ച് നിങ്ങൾ കുറേ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ശരിയാ, എക്സസൈസ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ പല കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ കോളേജിൽ പോകുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് തിരഞ്ഞെടുക്കാതെ ഓരോ ബ്രാഞ്ചുകളെ കുറിച്ച്, അവരുടെ സിലബസിനെ കുറിച്ച്, അതിൻ്റെ കരിയർ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ തന്നെത്താൻ ഒന്ന് ചെയ്ത് നോക്കുക. അല്ലാതെ ആരെങ്കിലും കരിയർ ഗൈഡൻസിനൊക്കെ പറഞ്ഞു തരാൻ വെയിറ്റ് ചെയ്യാതെ തന്നെത്താൻ തന്നെ ഇതൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നത് കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരാൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് തൻ്റെ മേഖല ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ മെറ്റീരിയൽ സയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബയോടെക്നോളജി ആയിരിക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കാം.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് വേണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി. ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ നമ്മൾ രാവിലെ നടക്കാൻ പോകുന്ന കാര്യമൊക്കെ ചിന്തിച്ചു നോക്കുക. കൂടെ ഒരാളെയും കൂടെ കൂട്ടാൻ പറ്റുമെന്ന് നോക്കുക. നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഓൾറെഡി ചിലപ്പോൾ രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെയൊക്കെ കൂടെ പോകാം. ആ ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ അവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ പോകാമെന്നൊക്കെ ഏറ്റിട്ട് ഇന്ന് പോയില്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും? അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാരണം നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ അത് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ലേശം പണിയുള്ള കാര്യം. അപ്പം അങ്ങനെ പണിയുള്ള കാര്യമാകുമ്പോൾ നിങ്ങൾ കൂടെ വേറെ ഒരാളുണ്ടെന്ന് ചിന്തിച്ച് നോക്കുക. കൂടെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പമാവും. കാരണം ആ ആളും നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് അതൊരിക്കലും ഒരു ബർഡൻ ആയിട്ട് തോന്നില്ല. ഈ ഇഷ്ടങ്ങളുടെ അനിഷ്ടങ്ങളുടെയൊക്കെ ബേസ് ഇല്ല എന്നുള്ള ഒരു കാര്യത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ നമ്മുടെ ലൈഫ് നമ്മൾ വിചാരിക്കാത്ത അത്ര നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പം കണ്ടുകൊണ്ടിരുന്നതിന് നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.